ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രേണാസുന എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു പേരാണ് രേണാസുന. ഈ രേണാസുന കാലം കുറേ ആയിട്ട് പല വൃത്തികേടുകളുമായിട്ട് നടക്കുന്ന ആളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണാസുന ദുബായിൽ പോയി ബാറിൽ പോയി ഡാൻസ് കളിച്ചവരൊക്കെ അറിയാം. ഈ രേണാസുന പിന്നെ ഒന്നുമില്ലാതിരുന്ന സമയത്ത് ബിഷപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ബിഷപ്പാണ് അദ്ദേഹം, പള്ളിയിലത്തെ ബിഷപ്പാണ് അദ്ദേഹം. സ്ഥലം നൽകി അവിടെ വീട് വെച്ച് കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പം ആ ബിഷപ്പിനെയൊക്കെ ചവിട്ടിത്തള്ളി, കാരണം ബിഷപ്പിനെ ബിഷപ്പാമ്പെന്ന് പറയുന്ന രീതിയിൽ വളരെ ആക്ഷേപിച്ചിട്ട് എന്തായാലും വളരെ മോശമായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിച്ച്, കാരണം പാല് കൊടുക്കുന്ന കൈക്ക് തന്നെ പാമ്പ് കുത്തി എന്ന് പറയുന്ന പോലുള്ള രീതിയിലുള്ള സംഭവമാണ്. കാരണം വെച്ചാൽ ആ വീട് വാങ്ങി അത് സ്വീകരിച്ചതിന് ശേഷം വളരെ നിന്നയോടെ അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളിയൊരു ഈ രേണുസുതിയാണ്. അഹങ്കാരി എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തിൻ്റെ മൂർത്തി എന്ന് തന്നെ പറയാം. ഈ രേണുവിനെ പറ്റിയിട്ട് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോബ്ര, അതായത് കോമാളിത്തരങ്ങളും വൃത്തികേടുകളുമായിട്ട് നടക്കുന്ന ഒരു രേണുസുതിയാണ്. കാരണം ഇവള് മറ്റുള്ളവരെ വഴിതെറ്റിക്കാനായിട്ടുള്ള രീതിയിലുള്ള ഈ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഒരു അരങ്ങേറ്റമാണ്. ഇപ്പം സീരിയലാണ്, അതുപോലെ സിനിമയാണ്, അല്ലെങ്കിൽ ആൽബം ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഒന്ന് രണ്ട് നാളുകൾ ഇവരുടെ ഒപ്പം വേറെ ഉണ്ട്. ദാസേട്ടനും കോഴിക്കോടും പ്രതീക്ഷും പിന്നെ വേറെ എന്താ ഒരുത്തനുണ്ട്. ഇങ്ങനെ ഇവരുടെ കൂടെ കിടന്നിട്ട് ഒരുപാട് കോമാളിത്തരം കളിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ ഈ കോമാളിത്തരങ്ങൾ, ഒന്ന് രണ്ട് കോമാളിത്തരങ്ങൾ ഇതിൽ കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം. മദ്യത്തെ ഇത്രമാത്രം പ്രോത്സാഹിപ്പിച്ച മറ്റൊരു വ്ളോഗർ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ വ്ളോഗർ എന്നൊന്നും പറയാൻ കഴിയില്ല. ഒരു അല്ലെ, അങ്ങനെ ഉണ്ടോ ആരെങ്കിലും? ഒരു ഇൻഫ്ലുവൻസർ എന്ന ചേട്ടാ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആരും ഇൻഫ്ലുവൻസ് ആവല്ലേ, വെറുപ്പീരാണ്. ഇൻഫ്ലുവ എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, എത്ര റീലുകൾ ഉണ്ടെന്നറിയോ? എത്ര ആൽബത്തിന്റെ കട്ടിങ്ങുകൾ ഉണ്ടെന്നറിയോ? എത്രമാത്രം തവണ അവർ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ഞാൻ ഇന്നതേ കുടിക്കാറുള്ളൂ, എന്തോ മാജിക് മൊമെന്റ് അങ്ങനെ ഒരു സാധനേ കുടിക്കാറുള്ളൂ, വൈറ്റേ കുടിക്കാറുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരം പല വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എക്സൈസിന് സ്വമേധയെ കേസ് എടുക്കാൻ സാധിക്കും. എന്നാൽ എക്സൈസ് പറയുന്നത് ആരെങ്കിലും പരാതി കൊടുത്താലേ എടുക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ അടുത്താണ് അൽഫുഡി സൂരജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്കെതിരെ 2 വർഷം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു കള്ള് ഷാപ്പിൽ ഇരുന്ന് കള്ളു കുടിച്ചത് പ്രൊമോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കുറച്ച് മുമ്പ് വന്ന വീഡിയോ ആണ്. ഈ വീഡിയോയിൽ മുന്നിലിരിക്കുന്നത് മദ്യക്കുപ്പി തന്നെയാണ്, കള്ള് തന്നെയാണ്. അത് കഞ്ഞിവെള്ളമാണെങ്കിൽ പോലും കള്ള് തന്നെയാണ് അവിടെ പ്രൊജക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് അടിയിൽ അങ്ങനെ ഒരു സാധനം വെച്ചത്. സിനിമയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സീരിയലാണ് പാട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിനിടയിൽ കുറെ ആളുകൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നു, നല്ല രസമുണ്ടല്ലേ കാണാൻ. എന്തായാലും അതിന്റെ ഇടയിൽ ദാസേട്ടൻ കള്ള് കുടിച്ചുകൊണ്ട് എന്തൊക്കെയെ കാണിച്ചു കൂട്ടുന്നു. അത് അതിന്റെ ഇടയിൽ പ്രതീക്ഷ വന്ന് എടുത്ത് തള്ളി മാറ്റുന്നു, എടുത്ത് പൊക്കുന്നു. അത് രേണുസുതിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. എന്തായാലും കള്ളു കുടിക്കാൻ പാടില്ല, ശരീരത്തിന് കേടാണ് കേട്ടോ. മെസ്സേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംപ്ഷൻ ഈസ് ഇൻജൂരിയസ് ടു ഹെൽത്ത് എന്ന് ഞാൻ ഇവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വീഡിയോസ് ഒക്കെ ആയിട്ടാണ് രേണാസുന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കേസ് വന്നാൽ അത്രയും ഫണ്ട് അടക്കേണ്ടി വരും. ആരാണോ പ്രൊമോട്ട് ചെയ്യുന്നത് അത് അവര് തന്നെ അടക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരു വീഡിയോ കൂടി കണ്ടു. ഓക്കെ, കള്ളിന്റെ മണം ഇഷ്ടമാണ്. കള്ള് കുടിക്കാറുണ്ടോ? മദ്യക്കുപ്പി കയ്യിൽ വെച്ചുകൊണ്ടാണ് ആ ഡയലോഗ് അടിക്കുന്നത്. ഇന്ന സാധനങ്ങളെ ഞാൻ കുടിക്കാറുള്ളത്. രേണുവിനെ കള്ളിന്റെ മണം ഭയങ്കര ഇഷ്ടമാണല്ലേ എന്നാണ് ഒരു യൂട്യൂബർ ചോദിക്കുന്നത്. അതിനുള്ള മറുപടിയാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. അതായത് പ്രത്യക്ഷത്തിൽ ഇഷ്ടം പോലെ ഒരുപാട് തവണ ഇമാതിരി ഉളത്തരം പറഞ്ഞിട്ടുണ്ട്. കിട്ടാൻ പോകുന്ന ശിക്ഷകൾ പറഞ്ഞില്ലേ, ഒന്നിൽ കൂടുതൽ വീഡിയോസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് 3 വർഷത്തോളം ഇനി റീൽസും കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. മദ്യപാനം പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ കഴിയില്ല.
നിലവിൽ അവർക്ക് ദുബായിലൊക്കെ കിട്ടുന്ന ഇനോഗ്രേഷൻ ശ്രദ്ധിച്ചില്ലേ? ഇപ്പൊ ചെമ്പരത്തി എന്ന് പറയുന്ന ഒരു ബാറിന്റെ ഉദ്ഘാടനത്തിനാണ് പോയത്. അതിന് മുന്നേയും ബാറിന്റെ ഉദ്ഘാടനത്തിനാണ് പോയിട്ടുള്ളത്. ഈ ബാറുകളുടെ ഉദ്ഘാടനത്തിനാണ് ഏറ്റവും കൂടുതൽ രണസുന പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ എക്സൈസ് ഓഫീസർക്ക് ഇതൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് നല്ല ഒന്നൊന്നര പണി കൊടുക്കാൻ കഴിയും. എന്തായാലും അവരുടെ ആൽബത്തിനിടയിൽ വന്ന ഒരു ക്ലിപ്പാണ്, ഒന്ന് കാണാം. ഞാൻ പറയുമ്പോ പാടില്ലേ കൊണ്ടാടി കൊണ്ടാടി പാടിക്കോ. കണ്ടില്ലേ? അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ആ ബിഷപ്പിനെ തെറി പറയുന്ന ഒരു വീഡിയോ ഉണ്ട്, പക്ഷെ അതെനിക്ക് ഇവിടെ കിട്ടിയിട്ടില്ല. ഇതൊന്ന് വേറെ യൂട്യൂബേഴ്സിൻ്റെ ഞാൻ ഇപ്പൊ തൽക്കാലം നമുക്ക് കിട്ടാത്തതിന്റെ പേരിൽ അതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള നാറിയ ഈ പരിപാടിയായിട്ട് ഇവിടെ നിൽക്കുന്നു. ഇപ്പം എന്തായാലും പോലീസ് കേസായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യൂട്യൂബർക്ക്, അദ്ദേഹം ഒരു യൂട്യൂബർ തന്നെയാണെന്ന് തോന്നുന്നു. അദ്ദേഹം കൊണ്ടുപോയിട്ട് ഒരു വ്യക്തി, അദ്ദേഹത്തെ പേര് ഞാൻ മറന്നു, ഞാൻ ഇതിൽ കണ്ടിരുന്നു. അപ്പം അദ്ദേഹം കൊണ്ടുപോയിട്ട് വളരെ വ്യക്തമായിട്ട് 3-5 ലിങ്ക്, ഇവരുടെ ഈ വൃത്തികെട്ട വീഡിയോയുടെ ലിങ്ക് കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അല്ല, ആദ്യം എക്സൈസിലാന്ന് തോന്നുന്നു. എന്തായാലും കൊണ്ടുപോയി കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ കള്ളു കുടിക്കുന്ന ആ വീഡിയോ ഒക്കെ, കള്ള് ഷാപ്പിൽ നിന്ന് ഒക്കെ വീഡിയോ ചിത്രീകരിച്ചത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടതാണ് ഇതിൽ. അപ്പോൾ ആ വീഡിയോ അടക്കമാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കള്ള് ഷാപ്പിൽ നിന്നൊരു ചിത്രീകരണം അല്ലെങ്കിൽ ഒരു ആൽബമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഡിക്ലെയർമാർ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മളൊരു ഓപ്ഷൻ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ പുകവലി മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ, ഒരു സിനിമയായാലും ഒക്കെ സീരിയലായാലും ഒക്കെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഡിക്ലെയർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് കേസെടുക്കാൻ അനുമതി ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതൊന്നും ഇല്ലാതെ വെറുതെ ഒരു പട്ടി ഷോ കാണിക്കാനായിട്ട് ഈ പിന്നെ ബാറിലൊക്കെ പോയിരുന്നിട്ട്, അല്ല അത് തന്നെ ബാറിൽ, അതുപോലെ കള്ള് ഷാപ്പിലൊക്കെ പോയിരുന്നിട്ട് വീഡിയോ പിടിക്കുന്നു. ഞാൻ വലിയ ഒരാളാന്നുള്ള രീതിയിൽ എന്നിട്ട് ഈ 2-3 അവന്മാരുടെ കൂടെ കടന്നിട്ട് ഒരുത്തിനടുത്ത് ഇങ്ങോട്ട് എടുക്കുന്നു, വേറൊരുത്തർ പിടിച്ച് പോത്തിച്ച് ഇവിടെ ഇങ്ങോട്ട് തട്ടുന്നു. ഈ പഴയ കാലത്തൊക്കെ നമ്മുടെ കച്ചി അഥവാ വൈക്കോലൊക്കെ ഈ വല്യപ്പന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പതിര് കളഞ്ഞ ഈ കച്ചി അങ്ങോട്ട് എടുത്തിടും. അപ്പോൾ ഇത് അപ്പുറത്തെ കയ്യിലോട്ട് പാസ് ചെയ്യും. അങ്ങനെ നിന്ന് പാസ് ചെയ്യുന്ന ഒരു കാലം എന്ന് പറഞ്ഞവരാണ് ഈ രേണുസൂദിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കരിക്കുക. രേണുസൂദി ആണെങ്കിൽ ഉന്മാദ ലഹരിയിൽ ഇങ്ങനെ കടന്ന് ആറാടുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല സുഖമാണ്. കാരണം എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും 2-3 അവന്മാരെ കൈ കടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. ഈ രേണുസൂദിന്റെ മകൻ അതായത് കിച്ചു, രേണുസൂദി 2000 കൊല്ലസൂദിയുടെ മകനാണ്. അതെന്തോ ആയിക്കോട്ടെ. ഇവൻ ഈ അടുത്ത് കാർ ഓടിച്ചതും ഒക്കെ നമുക്കറിയാം, ലൈവായിട്ട് കാർ ഓടിച്ചത്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ സീറ്റ് ബെൽറ്റ് പോലും ഇല്ലാതെ അവർ തോന്നിയ രീതിയിൽ ഓവർ സ്പീഡിലൊക്കെ കാർ ഓടിച്ച ഒരു വിവരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കിച്ചു എന്ന് പറയുന്ന ആ മകൻ. ഇതൊന്നും വലിയൊരു ഗുണമില്ലാത്ത ടീമാണ്. എന്തായാലും ഇപ്പം നല്ല പാരമ്പര്യത്തിൽ പണി കിട്ടിയെന്ന് പറഞ്ഞ പോലെ നല്ലൊരു പണിയാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ദുബായ് ചെമ്പരത്തി പാറി പോയിട്ട് അവിടെ ഉദ്ഘാടനത്തിന് പോയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വന്ന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടും. ഇപ്പം പെട്ടി നോക്കി നാട്ടിൽ നിന്ന് പോകുന്നൊക്കെ ചില യൂട്യൂബർമാരുടെ ഇതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എന്തോ ആയിക്കോട്ടെ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ രേണു കുടുങ്ങാൻ പോകണുള്ളൂ. നീ കാലം കുറേ ഈ നാറിയ പരിപാടിയായിട്ട് നടക്കുന്നു. ഇതാരെങ്കിലും ഒരു ന്യൂസായിട്ട് ഒരു പബ്ലിഷായിട്ട് ആരെങ്കിലും കേസ് കൊടുത്ത് എന്തെങ്കിലും പോലും ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ പോലും ആലോചിച്ചു. ഇതൊക്കെ ആ ബിഷപ്പിനെ ചതിച്ചതിൻ്റെ, ആ ബിഷപ്പിനെ നിന്നിച്ചതിൻ്റെ ശിക്ഷയാണെന്ന് കരുതിയാൽ മതി. കുറച്ചു കാലം അവിടെ കിടക്കും. നീ ഇല്ലാത്ത നിനക്ക് മാത്രം എല്ലാം ചെയ്യാം. കാരണം ഇതുപോലെ ഒരു യൂട്യൂബർ, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, അദ്ദേഹം ഇതുപോലെ കള്ള് ഷാപ്പിൽ നിന്ന് കള്ളു കുടിക്കുന്ന ആൾക്കാർക്ക് പ്രൊമോഷൻ ചെയ്തെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഒത്തിരി ആളുകൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ പേരിലൊന്നും സാറ് കേസെടുത്തിട്ടില്ല. അപ്പം ഒരു ന്യായീകരണം അവിടുന്ന് എസ്ഐയുടെ ഭാഗത്തുനിന്നല്ല പറഞ്ഞതെന്ന് വെച്ചാൽ അത് ആരെങ്കിലും കംപ്ലൈൻറ്റ് കൊടുത്തതിന് ശേഷം പിന്നെ കേസെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ ഒരു വിവാദമായതാണ്. അപ്പോൾ അയാളെ അങ്ങനെ പിടിച്ചു. അതേപോലെ മുകേഷ് നായരോ അദ്ദേഹം 50,000 രൂപ കൊടുത്തു നഷ്ടപരിഹാരമായിട്ട്.
ഈ വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ഈ രേണുസൂതി അങ്ങനെ തന്നെ പറയാം. ഈ രണാസുര ആയാലും കുഴപ്പമൊന്നുമില്ല. ഈ രണാസുരയ്ക്ക് എന്ത് പോക്കെടുത്തിട്ടും ചെയ്യാം, എവിടെയും തലകുത്തി നടക്കാം. അതിൽ നിന്ന് ആർക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഇപ്പോൾ പരാതിയില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇദ്ദേഹം കൊണ്ടിട്ടൊരു കംപ്ലൈൻറ്റ് കൊടുത്തത്. 5-6 ലിങ്കും കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു പോലീസുകാർക്ക്. എന്തായാലും ഇപ്പോൾ പണി പാടി ഇനി കുറച്ച് കാലം അങ്ങനെ കിടക്കുക. മനസ്സിലായില്ലേ? ബിഷപ്പിനെ തെറി പറയുന്നൊരു വീഡിയോ ഉണ്ട്, പക്ഷെ അത് എവിടെ തപ്പി പിടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പിന്നെ ചെയ്തോളാം. ഇപ്പോൾ എന്തായാലും കിടക്കവിടെ. നീ കാലം കുറേ ഇങ്ങനെ നടക്കുന്നു. മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ നിനക്ക് നിന്റെ പേരിൽ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്നവരുടെ യൂട്യൂബേഴ്സിൻ്റെ പേര് കേസ്. ഇത് എന്താണിത്? നിന്റെ ഈ വീഡിയോ കണ്ടിട്ട് സമൂഹത്തിലുള്ള മറ്റുള്ള കുട്ടികൾ വരെ വഴിതെറ്റി പോവാണ്. ഇപ്പൊ കുട്ടികൾ വരെ വീഡിയോ പിന്നെ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാൽ തന്നെ ചില വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് കുട്ടികൾ. അവര് ഈ രാവിലെ യൂട്യൂബ് തുറക്കുമ്പോൾ കാണുന്നതാണ് നിന്റെ ഈ കോപ്രായത്തരം നാളെ ഈ ചീഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അതാണ് കാണുന്നത്. കുട്ടികളെ വരെ വഴിതെറ്റി പോകണമെന്നുള്ളത് പല മാതാപിതാക്കളും പറയുന്നുണ്ട്. മനസ്സിലായില്ല? കുട്ടികളായാലും വലിയവരായാലും നിന്റെ ഈ മൊബൈലിൽ എന്തെങ്കിലും ന്യൂസ് കേൾക്കാനായിട്ടാവും ചിലപ്പോൾ തുറക്കുന്നത്. അപ്പോൾ കാണുന്നതിൻ്റെ രേണുസൂതി ഗൾഫ് ചെമ്പരത്തി പാറ ഉദ്ഘാടനത്തിന് പോകും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയും, ഈ രേണുസൂതിക്ക് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാ പിന്നെ ഉദ്ഘാടനത്തിന് പോകുന്ന ബാറിന് മാത്രമേ ഉള്ളൂ കേട്ടോ. ബാറിന് മാത്രമേ രേണുസൂതി ഉദ്ഘാടനത്തിന് പോകുള്ളൂ. വേറെ എവിടെയും പോകത്തില്ല. ഷോപ്പിംഗ് കോംപ്ലക്സിൽ പോകത്തില്ല, അതല്ലെങ്കിൽ തുണിക്കടയിൽ പോകത്തില്ല, അല്ലെങ്കിൽ മറ്റേ ഹോട്ടലിൽ നിന്നും പോകത്തില്ല, അതല്ലെങ്കിൽ വേറെ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ട് ജ്വല്ലറിയിൽ നിന്നും പോകത്തില്ല. അവിടെ നിന്ന് രേണുസൂതി പോകത്തില്ല. രേണുസൂതി വെറും ഡാൻസ് ബാറിൽ മാത്രം. ഡാൻസ് ബാർ എവിടെ ഉണ്ടാവും? തുണി അഴിച്ചിട്ട് ആടുന്ന ഡാൻസ് ബാർ ഉണ്ടാവും, അവിടെ മാത്രം ഉദ്ഘാടനത്തിന് പോകും. എന്തായാലും പോയി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് ഉദ്ഘാടനത്തിൻ്റെ ചിക്കിളിയും വാങ്ങിയിട്ട് പോവാം. എന്തായാലും ഇവിടെ പോലീസ് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇതിനിടെ രേണുസുതിയുടെ വീട് വളഞ്ഞെന്നൊക്കെയുള്ള ഒരു വാർത്ത ഞാൻ കണ്ടിരുന്നു. നല്ല കാര്യം. കുറേ നേരത്തെ പറയേണ്ടിയിരുന്നു, കുറേ നേരത്തെ ഇത് ആൾക്കാർ കംപ്ലൈൻറ്റ് കൊടുക്കേണ്ടിയിരുന്നു. എന്തായാലും ശരി, ഓക്കെ. വീണ്ടും ഒരു വാർത്താ വിശേഷമായിട്ട് പിന്നെ കണ്ടത്. ശരി, ഓക്കെ.